ഞാൻ എൻ്റെ മോനെ വീട്ടിലാണ് പ്രസവിച്ചത്, ചെറിയ മോനെ. അപ്പം നമ്മൾ ഒരു ശുദ്ധ ഭക്ഷണ ജീവിത രീതി പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് കാണിച്ചു കൊടുത്തരാം, പ്രൂവ് ചെയ്തവരാ. അപ്പോൾ എൻ്റെ അടുത്ത് മാതൃഭൂമി അതൊരു സൺഡേ സപ്ലിമെൻ്റ് ആയിട്ട് ചെയ്തു, പ്രസവാനന്ദം എന്നും പറഞ്ഞു. അതിൽ ഞാൻ സീറോ സ്പേം ഉള്ളവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ കഥകളുണ്ട്, ഡയറ്റ് കൊടുത്തിട്ട്. ഇതൊന്നും ഞാനൊരു പേയ്മെൻറ്റ് മേടിച്ചോ ഇതൊന്നും ആയില്ല, എല്ലാം ഫ്രീ സർവീസ്. അവരൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് ഓർത്താൽ. ദോഷമൊന്നുമില്ലല്ലോ, നമ്മൾ ഒരു മരുന്ന് ഊതി കൊടുക്കുവോ അത് കഴിക്കുക ഇത് കഴിക്കുന്ന പറയുമൊന്നുമില്ല. 41 ദിവസം പഴം മാത്രം കഴിക്കുക, പഴങ്ങൾ, പച്ചക്കറികൾ, കരിക്കും വെള്ളം. എനിക്ക് ഓർമ്മയിൽ പിന്നെ ഒരു 42 വയസ്സുള്ള സ്ത്രീ വന്നിട്ടുണ്ട്, മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻ്റ് കണ്ടിട്ടാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവരെന്നെ ഫോണിൽ വിളിച്ചു, ഞാൻ അവരോട് നേരിട്ട് വരാൻ പറഞ്ഞു. ബോംബെയിൽ നിന്ന് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു ഓവറി ഇല്ല, മാരിറ്റൽ റേപ്പിൽ എൻ്റെ പീരീഡ്സ് നിന്നുപോയി, പക്ഷേ എനിക്ക് കുട്ടിയെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. പക്ഷേ അവിടെയാണ് പ്രകൃതി സത്യങ്ങൾ, അതായത് നിങ്ങളുടെ തീക്ഷ്ണമായ ആഗ്രഹം നിങ്ങളെ എന്ത് നേടിയെടുക്കും നമ്മൾ പറയുമ്പോൾ അതൊരു വാക്കായിട്ട് അല്ലെങ്കിൽ ഒരു പഴമൊഴിയായിട്ട് വിചാരിക്കണ്ട, സത്യമാകും അത്. എൻ്റെ അടുത്ത് ആദ്യം വന്ന് ഇവരിയ്ക്കുമ്പോൾ ഇവരുടെ സെക്കൻഡ് ഹസ്ബൻഡ് അവരുടെ കൂടെയുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ നീഡ് ടു ടോക്ക് വിത്ത് യു ബട്ട് നോട്ട് നൗ. എന്നെ ചെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഹസ്ബൻഡിന് അത്ര ആഗ്രഹമില്ല, ബിക്കോസ് അയാൾക്കൊരു കുട്ടിയുണ്ട്, പക്ഷെ എനിക്കൊരു കുട്ടി വേണം. എന്നെ എല്ലാ ഹോസ്പിറ്റലും തഴഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി യു ഡോണ്ട് ഹാവ് പീരിയഡ്സ്, പിന്നെ ഒരു ഓവറിയുമില്ല എന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് കുട്ടിയെ വേണം, എനിക്ക് ഒരു ഡയറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണക്രമം മാറ്റിക്കൊടുത്തു. 45 വയസ്സിൽ പെൺകുട്ടി ഉണ്ടായി അവർക്ക്. അങ്ങനെ ഒരുപാട് പേര്. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഒരു ഉൽപ്പന്നം വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി കാറ് മേടിച്ചു വീട് വെച്ചു, ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ സാറ്റിസ്ഫാക്ഷൻ.